നമസ്കാരം. ബഡ്ജറ്റ് ചോർച്ചയെന്ന പ്രതിപക്ഷ ആരോപണത്തിനും ബഹിഷ്കരണത്തിനുമിടെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആശ്വാസ ബഡ്ജറ്റ്. കൗമുദി ടിവി ബഡ്ജറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സേതുലക്ഷ്മി. ഞാൻ എം ജി പ്രതീഷ്. പിണറായി സർക്കാരിന്റെ രണ്ടാമത് ബഡ്ജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രാമുഖ്യം. കൂടുതൽ പദ്ധതികൾക്ക് വിഹിതം കിഫ്ബിയിൽ നിന്ന്. ആദ്യം പ്രധാന ബഡ്ജറ്റ് വാർത്തകൾ നോക്കാം. ആരോഗ്യത്തിനും സാമൂഹിക ക്ഷേമത്തിനും ഊന്നൽ നൽകി LDF സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ്. ലക്ഷ്യമിട്ടത് സമ്പൂർണ്ണ ക്ഷേമമെന്ന് ധനമന്ത്രി. വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം. ബഡ്ജറ്റ് അവതരണത്തിനിടെ വിവരങ്ങൾ ചോർന്നെന്ന ആരോപണവുമായി സഭയിൽ പ്രതിപക്ഷ ബഹിഷ്കരണം. ചോർന്ന ബഡ്ജറ്റുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സമാന്തര ബഡ്ജറ്റ് അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ്. ഐസക് രാജിവെക്കണമെന്നും ചെന്നിത്തല. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 2000 കോടിയുടെ വികസന പദ്ധതി. മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരം ശേഖരിക്കാൻ മെഡിക്കൽ ഡാറ്റാ ബാങ്ക്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ. സംസ്ഥാനത്ത് കൂടുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റിൽ 50,000 കോടിയുടെ റോഡ് നവീകരണ പദ്ധതി. മലയോര തീരദേശ ഹൈവേകൾക്ക് 10,000 കോടിയും പാലങ്ങൾക്ക് 2,557 കോടിയും. കാർഷിക മേഖലയുടെ അടങ്കൽ തുകയിൽ 284 കോടിയുടെ വർധന. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് വീണ്ടും 500 കോടി. KSRTCക്ക് 3000 കോടിയുടെ പുനരുദ്ധാരണ പാക്കേജും സ്ത്രീ സുരക്ഷയ്ക്ക് നവീന പദ്ധതികളും. വാർത്തകൾ വിശദമായി. പുതിയ സാഹചര്യത്തിൽ നികുതി നിർദ്ദേശങ്ങൾക്ക് സാധ്യതയില്ലാതിരിക്കെ ആരോഗ്യരംഗത്തും അടിസ്ഥാന മേഖലകൾക്കും സമ്പൂർണ്ണ ക്ഷേമം ഉറപ്പാക്കുന്നതായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ 8ാമത് ബഡ്ജറ്റ്. സാമൂഹ്യക്ഷേമ പെൻഷൻ തുകയിൽ 100 രൂപയുടെ വർധന വരുത്തിയ ഐസക് സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത നികുതി സംവിധാനം നിലവിൽ വരുന്ന പശ്ചാത്തലത്തിൽ നികുതി ഭാരത്തിന്റെ ആക്ഷേപത്തിനു പഴുതില്ലാത്ത സമ്പൂർണ്ണ ക്ഷേമ ബഡ്ജറ്റ് തന്നെയാണ് ധനമന്ത്രി എന്ന നിലയിലെ 8ാം വരവിൽ തോമസ് ഐസക് സഭയിൽ അവതരിപ്പിച്ചത്. സാമൂഹിക ആരോഗ്യ സുരക്ഷാ മേഖലകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഏറ്റവും മുന്തിയ പരിഗണന നൽകിയ പിണറായി സർക്കാരിന്റെ രണ്ടാമത് ബഡ്ജറ്റിൽ വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയവയ്ക്കും കാര്യമായ വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. 1000 കോടിയുടെ ചികിത്സാ സഹായ വിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ 350 കോടിയുടെ സഹായം കാരുണ്യ പദ്ധതി വഴിയായിരിക്കും നടപ്പാക്കുക. മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളുടെ വികസനത്തിനും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ അധിക തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 1000 രൂപയായി വർദ്ധിപ്പിച്ച തോമസ് ഐസക് ഇക്കുറി ഇതിൽ 100 രൂപ കൂടി വർധന വരുത്തിയാണ് കയ്യടി നേടിയത്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ബഡ്ജറ്റിൽ അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കു മാത്രം 34 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. പുതിയ വൻകിട വ്യവസായ പദ്ധതികൾക്കു പകരം നിലവിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന പ്രഖ്യാപിത നയം പ്രതിഫലിക്കുന്ന ബഡ്ജറ്റിൽ IT മേഖലയ്ക്ക് കാര്യമായ സഹായം നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. IT മിഷന് 100 കോടി രൂപ വകയിരുത്തിയ ബഡ്ജറ്റിൽ ടെക്നോ പാർക്കിനും ഇൻഫോ പാർക്കിനും കാര്യമായ വിഹിതം നൽകാനും ശ്രദ്ധിച്ചു. റബ്ബർ വിലക്കുറവ് കാരണം കഷ്ടത്തിലായ കർഷകർക്ക് ആശ്വാസം പകരുന്ന പ്രഖ്യാപനമാണ് വിലസ്ഥിരതാ ഫണ്ടിലേക്ക് 500 കോടിയുടെ നീക്കിവയ്പ്. പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ബഡ്ജറ്റിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയിട്ടുള്ളത്, 25,000 കോടി രൂപ. അതേസമയം കിഫ്ബി വഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായത്ര നിക്ഷേപം സമയബന്ധിതമായി ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായി കിഫ്ബിയെ മാറ്റുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. അടുത്ത കിഫ്ബി യോഗത്തിൽ 11,000 കോടിയുടെ പദ്ധതികൾക്ക് അനുമതി നൽകുമെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ഈ വർഷം മാത്രം 15,000 കോടിയുടെ പദ്ധതികൾക്ക് നിർവഹണാനുമതി നൽകുമെന്നും പറഞ്ഞു. ശുചിത്വ മിഷൻ, ജലസേചന പദ്ധതികൾ, റേഷൻ സബ്സിഡി എന്നിവയ്ക്ക് വലിയ തുകകൾ വകയിരുത്തിയ ബഡ്ജറ്റിൽ കാസർഗോഡ്, വയനാട് ജില്ലകൾക്കാണ് പ്രത്യേക പാക്കേജ് അനുവദിച്ചത്. ഭവനരഹിതർക്ക് 1 വർഷത്തിനകം 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതാണ് മറ്റൊരു പ്രധാന സാമൂഹ്യ സുരക്ഷാ പദ്ധതി. ന്യൂസ് ഡെസ്ക്, കൗമുദി. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 2000 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ ഡോക്ടർ തോമസ് ഐസക് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരം ശേഖരിക്കുന്നതിനുള്ള മെഡിക്കൽ ഡാറ്റാ ബാങ്ക് എന്ന ആശയവും അവതരിപ്പിച്ചു. ചികിത്സാ സഹായ നിധിയായ 1000 കോടി രൂപയിൽ 350 കോടിയും കാരുണ്യ പദ്ധതി വഴിയായിരിക്കും നടപ്പാക്കുക. ആരോഗ്യ പരിപാലന രംഗത്ത് ആശാവഹമായ ഇടപെടലാണ് പിണറായി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിലുള്ളത്. ജില്ലാ, താലൂക്ക്, ജനറൽ ആശുപത്രികൾക്ക് 2000 കോടി വകയിരുത്തിയ ബഡ്ജറ്റിൽ 12 താലൂക്ക് ആശുപത്രികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം.
ജീവിതശൈലി രോഗങ്ങൾക്കടക്കം സമ്പൂർണ്ണ പ്രതിരോധവും സൗജന്യ ചികിത്സയും ഉറപ്പു നൽകുന്നതിനൊപ്പം മെഡിക്കൽ കോളേജുകളെയും മുൻനിര ആശുപത്രികളെയും സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തും. സംസ്ഥാനത്തെ മുഴുവൻ പൗരന്മാരുടെയും ആരോഗ്യനിലയെക്കുറിച്ച് വിവരശേഖരണത്തിനായുള്ള ഡേറ്റാ ബാങ്ക് പദ്ധതിയും ശ്രദ്ധേയമായ നീക്കങ്ങളിലൊന്നാണ്. നിർധനരായ രോഗികളുടെ ചികിത്സാ സഹായത്തിനായി പ്രഖ്യാപിച്ച 1000 കോടിയിൽ 350 കോടി കാരുണ്യ പദ്ധതി വഴിയായിരിക്കും കണ്ടെത്തുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ കിഫ്ബി വഴി ആദ്യഘട്ടത്തിൽ 400 കോടി രൂപ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി തോമസ് ഐസക് ബഡ്ജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും. അവയവം മാറ്റി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആവശ്യമായി വരുന്ന മരുന്നുകൾ 10% വിലക്കുറവിൽ സർക്കാർ ഫാർമസികൾ വഴി ലഭ്യമാക്കും. 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുമെന്ന ഐസക്കിന്റെ പ്രഖ്യാപനവും സഭയിൽ കയ്യടി നേടിയവയിൽ ഒന്നാണ്. ഇതിനായി 170 ഡോക്ടർമാരുടെയും 340 സ്റ്റാഫ് നഴ്സുമാരുടെയും തസ്തികകളാണ് സൃഷ്ടിക്കുക. ആരോഗ്യ സംരക്ഷണത്തിനായി ഓരോ താലൂക്കിലും ജില്ലയിലും നിർദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള ഓരോ ആശുപത്രി തുടങ്ങും. മെഡിക്കൽ കോളേജുകളിൽ 45 അധ്യാപകർ, 2874 സ്റ്റാഫ് നഴ്സുമാർ, 1260 പാരാമെഡിക്കൽസ് എന്നിങ്ങനെയാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുക. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയ ബഡ്ജറ്റിൽ റോഡ് വികസനത്തിനായാണ് വൻതുക സർക്കാർ നീക്കിവച്ചത്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ റോഡ് നവീകരണ പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. മലയോര തീരദേശ ഹൈവേകൾക്ക് 10,000 കോടി അനുവദിച്ച ബഡ്ജറ്റിൽ 69 പാലങ്ങൾക്കും മേൽപ്പാലങ്ങൾക്കുമായി 2,557 കോടി രൂപ മാറ്റിവയ്ക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏനാത്ത് പാലത്തിന്റെ അപകടാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പാലങ്ങളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടപ്പു സാമ്പത്തിക വർഷം 1,300 കോടിയുടെ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ അനുമതി നൽകിയത്. നിലവിലുള്ള തീരദേശ റോഡ് ശൃംഖലയെ സംയോജിപ്പിച്ച് 630 കിലോമീറ്റർ തീരദേശ ഹൈവേ നിർമ്മിക്കും. ഇതിനായി കിഫ്ബിയിൽ 6,500 കോടി രൂപയുടെ നിക്ഷേപമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾക്കായി 413 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പിക്കാനായി 1,058 കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ സൗമ്യമായ ബഡ്ജറ്റ് അവതരണത്തിനിടെ സഭയെ പിടിച്ചുകുലുക്കിയത് അപ്രതീക്ഷിതമായി എത്തിയ ഒരു ആരോപണമാണ്. മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ തന്നെ അതിലെ വിവരങ്ങൾ വാട്സപ്പ് വഴി ചോർന്നെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ധനമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം 2.5 മണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു ബഡ്ജറ്റ് ചോർന്നതായി ആരോപിച്ച് സഭയിലെ പ്രതിപക്ഷ ബഹളം. മന്ത്രി വായിക്കാനിരിക്കുന്ന ഭാഗങ്ങളുടെ പ്രിന്റൌട്ട് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് ബഡ്ജറ്റ് അവതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് വിഷയമുന്നയിച്ചത്. ബഡ്ജറ്റിന്റെ വിശദാംശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതായും ചാനലുകൾ ഇവ സംപ്രേഷണം ചെയ്യുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി. ബഡ്ജറ്റിനൊരു സാങ്ക്ടിറ്റി വേണ്ടേ? ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വേണേ വായിക്കാം. ഇതെല്ലാം ഇനിയും തോമസ് ഐസക്ക് വായിക്കാനുള്ളതെല്ലാം ഞാൻ വായിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ധനകാര്യ സ്റ്റേറ്റ്മെന്റ് അടക്കം മുഴുവൻ വന്നിരിക്കുകയാണ്. ധനസൂചകങ്ങൾ, ആകെ വരുമാനം, ഇതെങ്ങനെ വെളി വന്നിരിക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടെ ധനമന്ത്രി പ്രസംഗം നിർത്തിവെക്കുകയും വിഷയത്തിൽ സ്പീക്കർ ഇടപെടുകയും ചെയ്തു. ഇതിനകം തന്നെ ബഡ്ജറ്റിന്റെ ഭാഗങ്ങൾ വാട്സാപ്പ് വഴി മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ബഡ്ജറ്റിന്റെ പവിത്രത നഷ്ടമായെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല വിവരങ്ങൾ ചോർന്നത് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. വായിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നായിരുന്നു സഭയിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ വിശദീകരണം. ധനകാര്യമന്ത്രി അവതരിപ്പിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു മീഡിയകളിൽ വന്നിട്ടുണ്ടാവും. ഇന്നത്തെ സ്ഥിതിയിൽ അതേസമയം പോകുകയല്ലേ, അതാണ് ഉണ്ടായത്. അതിനപ്പുറമുള്ള കാര്യം എന്താണെന്ന് അതിനപ്പുറമുള്ള കാര്യം എന്താണെന്ന് പരിശോധിക്കാം. തോമസ് ഐസക് സോഷ്യൽ മീഡിയയുടെ ആളാണെന്നും അദ്ദേഹത്തെ തന്നെ സംശയിക്കണമെന്നും പറഞ്ഞതോടെ സഭ വീണ്ടും കലുഷമായി. വിഷയം ഗൗരവപൂർവ്വം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറും ഉറപ്പു നൽകിയെങ്കിലും അത് ചെവിക്കൊള്ളാതെ പ്രതിപക്ഷം സഭ വിടുകയായിരുന്നു. തുടർന്ന് നിയമസഭയുടെ മീഡിയ ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ചോർന്നു കിട്ടിയ ഭാഗങ്ങളുമായി സമാന്തര ബഡ്ജറ്റ് അവതരണം നടത്തുകയും ചെയ്തു. എന്തായാലും നികുതി നിർദ്ദേശങ്ങളില്ലാത്ത ക്ഷേമ ബഡ്ജറ്റിന്മേൽ ആക്ഷേപങ്ങൾക്ക് അവസരമില്ലാതിരുന്ന പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ വടിയായി മാറുകയായിരുന്നു ബഡ്ജറ്റ് ചോർച്ച. ബഡ്ജറ്റ് ചോർന്നതായുള്ള പ്രതിപക്ഷ ആരോപണം പാടെ നിഷേധിച്ചുകൊണ്ടായിരുന്നു അതിനുശേഷം ധനമന്ത്രി തോമസ് ഐസക് നടത്തിയ മാധ്യമ സമ്മേളനം. സഭയിൽ വച്ച രേഖകൾ ചോർന്നിട്ടില്ലെന്നും മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറാക്കിയ കുറിപ്പ് മാത്രമാണ് ചോർന്നതെന്നുമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും വിഷയം ഗൗരവപൂർവ്വം അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് പരിശോധിക്കും എങ്ങനെ സംഭവിച്ചു.
അതിനാവശ്യമായ തിരുത്തലുകളും കാര്യങ്ങളും വരുത്തുകയും ചെയ്യും. പക്ഷേ ഇത് ബഡ്ജറ്റിൻ്റെ സീക്രസി കാര്യങ്ങളൊന്നും ബാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും അമനിസ്റ്റി സ്കീം എന്തായിരിക്കും എന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആർക്കെങ്കിലും അഡ്യോ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ ബ്രീഫിൻ്റെയോ ബഡ്ജറ്റിൻ്റെ കൂടെ നൽകുന്ന 30ഓളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട്? ഇല്ല. ബഡ്ജറ്റ് ചോർച്ചയുടെ സഭയെ അഭിമുഖീകരിക്കാനുള്ള ധാർമ്മികത മന്ത്രിക്ക് നഷ്ടമായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചപ്പോൾ പുതിയ ധനമന്ത്രിയെ നിയമിച്ച് വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു മുൻ ധനമന്ത്രി KM മാണിയുടെ ആവശ്യം. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നതിന് സാങ്ക്ടിറ്റി ഉണ്ട്, സീക്രസി ഉണ്ട്. ആ ബഡ്ജറ്റ് സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ബഡ്ജറ്റ് ചോർന്നിരിക്കുന്നത്. പുതിയ ധനമന്ത്രിയെ മുഖ്യമന്ത്രി നിയമിച്ചുകൊണ്ട് പുതിയ ധനമന്ത്രി പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കണം. ഇപ്പം ഞാനതുകൊണ്ട് ബഡ്ജറ്റിനകത്തേക്ക് കിടക്കുന്നില്ല. ഇരിക്കുമ്പോൾ വെറും ഒരു കടലാസിൻ്റെ വിലയേ ഈ ബഡ്ജറ്റിനുള്ളൂ. ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് എന്ന കമന്റോട് കൂടിയായിരുന്നു ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് PC ജോർജ് MLA അഭിനന്ദനം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇന്ന് വരെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലെ ഏറ്റവും നല്ല ബഡ്ജറ്റാണ്. 1980 മുതൽ ഒരു MLA ആയിരിക്കുന്നത് ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയുന്നു. ഇന്ന് വരെ ഒരു മന്ത്രിക്കും ഇത്രമാത്രം നല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ആ ബഡ്ജറ്റ് അവതരിച്ച ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കാർഷിക മേഖലയുടെ അടങ്കൽ തുകയിൽ 284 കോടിയുടെ വർധനയാണ് സർക്കാർ വരുത്തിയത്. കഴിഞ്ഞ വർഷം 1822 കോടിയായിരുന്നു ഈ മേഖലയിലെ വിഹിതം. ചെറുകിട കർഷകർക്ക് റബ്ബർ കിലോയ്ക്ക് 150 രൂപ ഉറപ്പുവരുത്താൻ വിലസ്ഥിരതാ പദ്ധതി തുടരും. ഇതിനായി 500 കോടി രൂപ മാറ്റിവെച്ചതായി തോമസ് ഐസക് പറഞ്ഞു. കാസർഗോഡ് പാക്കേജിനായി 90 കോടി അനുവദിച്ചപ്പോൾ കുരുമുളക്, വയനാടിന്റെ തനത് നെല്ലിനങ്ങൾ, മണ്ണ്, ജലസംരക്ഷണം എന്നിവയ്ക്കുൾപ്പെടെ 19 കോടി രൂപയാണ് വയനാട് പാക്കേജായി പ്രഖ്യാപിച്ചത്. നെല്ല് സംഭരണത്തിന് 700 കോടിയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 308 കോടിയുമാണ് പ്രഖ്യാപിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുകയിൽ വർധന വരുത്തുന്നതിലും സർക്കാർ ശ്രദ്ധിച്ചതായി വിലയിരുത്താം. മരണപ്പെടുന്നവർക്കും കാണാതാകുന്നവർക്കും 10 ലക്ഷം രൂപയും തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപയുമാണ് ഇൻഷുറൻസ് പരിരക്ഷ. അതേസമയം വിദ്യാഭ്യാസ മേഖലയിലും കാര്യമായ ഊന്നലാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കാണാനാവുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിക്കായി 863 കോടിയും ഉച്ചഭക്ഷണ പദ്ധതിക്ക് 640 കോടിയുമാണ് വകയിരുത്തിയത്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തും. 2 വർഷത്തിനകം 2500 അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുമെന്നുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഐസക്കിന്റെ പ്രഖ്യാപനം. വ്യവസായ മേഖലയിൽ വമ്പൻ മുതൽ മുടക്കുകൾ ഇല്ലാത്ത ബഡ്ജറ്റിൽ IT മേഖലയ്ക്കും പരമ്പരാഗത വ്യവസായത്തിനും കാര്യമായ മുൻഗണന നൽകാൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ശ്രദ്ധ വച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിസിനസ് ലേഖകന്റെ റിപ്പോർട്ട്. കേരളത്തിൻ്റെ കൂടുതൽ അനുയോജ്യവും എന്നാൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതുമായ ചെറുകിട വ്യവസായ പദ്ധതികൾക്കാണ് അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. വൻകിട വ്യവസായ പദ്ധതികളെ അദ്ദേഹം കാര്യമായി പരിഗണിച്ചിട്ടില്ല. വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി 482 കോടി രൂപയാണ് ധനമന്ത്രി ഇക്കുറി മാറ്റിവെച്ചിരിക്കുന്നത്. ഏറെ നാളായി നഷ്ടത്തിൽ തുടരുന്ന എന്നാൽ ലാഭത്തിലേക്ക് മുന്നേറാൻ കൊതിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി 270 കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു. കിൻഫ്രയ്ക്ക് 111 കോടി രൂപയും KSIDCക്ക് കീഴിലുള്ള വിവിധ പദ്ധതികൾക്കായി 96 കോടി രൂപയും ബഡ്ജറ്റ് വാഗ്ദാനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് 2106 കോടി രൂപയുടെ ബഡ്ജറ്റ് സഹായമാണ് ഇക്കുറി അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. റബ്ബർ കർഷകർക്കായി വിലസ്ഥിരതാ ഫണ്ട് പദ്ധതി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ ഈ പദ്ധതിക്കായി 500 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇക്കുറിയും 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചെറുകിട റബ്ബർ കർഷകർക്ക് കിലോയ്ക്ക് 150 രൂപ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. പരമ്പരാഗത കയർ വ്യവസായ മേഖലയെ ആധുനികവൽക്കരിക്കുമെന്ന കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനം ഇക്കുറിയും ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ആവർത്തിച്ചു. പ്രതിസന്ധിയിലായ കശുവണ്ടി ഫാക്ടറികളുടെ നവീകരണത്തിന് 42 കോടി രൂപയും തോട്ടണ്ടി സംഭരണത്തിന് 30 കോടി രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിന് ഏറെ പ്രതീക്ഷകളുള്ള IT-ക്കായി 549 കോടി രൂപ അദ്ദേഹം നീക്കിവച്ചിട്ടുണ്ട്. യുവജന സംരംഭകർക്ക് 70 കോടി രൂപയും സംസ്ഥാന IT മിഷന് 100 കോടി രൂപയും ലഭിക്കും. കേരളത്തെ ഹാർഡ്വെയർ ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനമാണ് ഏറെ ശ്രദ്ധേയം. 12 ഹാർഡ്വെയർ പാർക്കുകൾ എന്ന പ്രഖ്യാപനവും അദ്ദേഹം ഇക്കുറി നടത്തിയിട്ടുണ്ട്. 2020ഓടെ ഇൻഫോ പാർക്കിൽ 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടെക്നോ പാർക്കിൽ 75,000 തൊഴിലുകളും സൃഷ്ടിക്കും. ഇൻഫോ പാർക്കിനായി 67 കോടി രൂപയും ടെക്നോ പാർക്കിനായി 84 കോടി രൂപയും അദ്ദേഹം നീക്കിവെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും കൗമുദി TVക്ക് വേണ്ടി അനിൽകുമാർ ശർമ്മ. വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് ബഡ്ജറ്റിനെ കുറിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നത്. ആശ്വാസകരമായ പദ്ധതികളെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാര മേഖലയെ പൂർണ്ണമായും അവഗണിച്ചതായി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ആരോപിച്ചു. ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ്.
ഈ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബിസിനസ്സുകാരെ ആയാലും ന്യൂ എൻ്റർപ്രനേഴ്സിനെ ആയാലും എല്ലാവർക്കും ആശ്വാസകരമായ ഒരുപാട് പദ്ധതികൾ പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം തീരദേശ ഹൈവേ, അതേപോലെ തന്നെ മലയോര മേഖലകളെ 9 മലയോര ജില്ലകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മലയോര പാത, ഇതൊക്കെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണകരമായ പദ്ധതികളാണ്. അതേപോലെ കോഴിക്കോട് എയർപോർട്ടിന് പുതിയ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതും വളരെ സ്വാഗതാർഹമാണ്. കണ്ണൂർ എയർപോർട്ടിനും കോഴിക്കോട് എയർപോർട്ടിനുമുള്ള ഭൂമികൾ ഏറ്റെടുക്കലാണ് കോഴിക്കോടിൻ്റെ വികസനത്തിന് വിഘാതമായി ഇതുവരെ നിലകൊണ്ടിരുന്നത്. അത് ഏറ്റെടുക്കാനുള്ള ഒരു വിഹിതം കൂടി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സ്വാഗതാർഹമാണ്. വ്യവസായം വ്യാപാരത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒന്നും തന്നെ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കോഴിക്കോട് ഹെറിറ്റേജ് പദ്ധതി എന്ന് പറഞ്ഞ് റോഡുകൾ നവീകരിക്കുന്ന പദ്ധതി ഉണ്ട്. അതിലേക്ക് റോഡ് പദ്ധതിക്ക് പൈസ നേരിട്ട് വെച്ചാൽ അതിലേക്ക് നേരിട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് കോഴിക്കോടിനെ പറ്റി അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. GSTയുടെ സാഹചര്യത്തിൽ നികുതികളെക്കുറിച്ച് ബഡ്ജറ്റ് നിശബ്ദത പാലിച്ചെങ്കിലും സ്വർണ്ണ വ്യാപാര രംഗത്ത് മുൻ സർക്കാർ ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി ഒഴിവാക്കിയിട്ടില്ലെന്നതാണ് ഈ മേഖലയിൽ നിന്നുള്ള പ്രധാന പരാതി. സ്വർണ്ണ വ്യാപാര രംഗത്ത് വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ലഭിക്കാത്ത വലിയൊരു നികുതി ഭാരം കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് വെച്ചിട്ടാണ് മാണി സാർ പോയിട്ടുള്ളത്. ഈ ബജറ്റിൽ നിലവിലുള്ള സ്വർണ്ണ നികുതിക്ക് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഉയർന്ന നിരക്ക് നിലനിൽക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ബജറ്റിൽ തെറ്റായി വന്ന മാണി സാറിൻ്റെ ബജറ്റിൽ തെറ്റായി വന്ന വാങ്ങൽ നികുതി ഒഴിവാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നികുതി വെട്ടിപ്പും കള്ളക്കടത്തും വലിയ രീതിയിൽ വളരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ലോക്കൽ ഇൻട്രസ്റ്റിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള യാതൊരു നിർദ്ദേശങ്ങളും ബജറ്റിൽ വന്നിട്ടില്ല. ബജറ്റ് സത്യത്തിൽ ഒരു നിരാശാകരമാണ്. ഇവിടെ നികുതി കുറച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ എവിടത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള യാതൊരു ശ്രമവും ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നടന്നിട്ടില്ല എന്നല്ല, ഒരു സഹായകരമായ നിലപാടല്ല. നല്ല വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളൊക്കെ പൊതുവേ ഉണ്ട്, പക്ഷേ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അളവുകൾ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. കട്ടപ്പുറത്തായ KSRTCയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ 3000 കോടിയുടെ സമഗ്ര പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചതാണ് ഈ ബഡ്ജറ്റിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ജീവനക്കാരുടെ പെൻഷൻ തുകയിൽ 50% സർക്കാർ നൽകുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. കടക്കണിയിൽ നട്ടം തിരിയുന്ന KSRTCയെ രക്ഷിക്കാൻ 3000 കോടിയുടെ പുനരുദ്ധാരണ പാക്കേജാണ് ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് പ്രഖ്യാപിച്ചത്. പ്രവർത്തന ലാഭമുണ്ടാക്കിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ നാളിതുവരെ ചെയ്തു വന്ന ഉദ്യോഗസ്ഥ അഴിച്ചുപണിയല്ലാതെ കാര്യമായ നിർദ്ദേശങ്ങളൊന്നും ബഡ്ജറ്റിൽ പ്രതിഫലിച്ചില്ല എന്നത് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. മാനേജ്മെന്റ് തലത്തിൽ അഴിച്ചുപണി നടത്തി പ്രൊഫഷണലുകളെ നിയമിക്കുന്ന നിർദ്ദേശം കോർപ്പറേഷനെ പ്രവർത്തന ലാഭത്തിൽ എത്തിക്കുമെന്ന് പറയാനാകില്ല. സമ്പൂർണ്ണ ഗവേണൻസിനും വർക്ക്ഷോപ്പുകളുടെ നവീകരണത്തിനുമായി 21 കോടിയാണ് പ്രത്യേകമായി വകയിരുത്തിയിരിക്കുന്നത്. ജെൻഡം പദ്ധതിക്കായി 100 കോടിയാണ് നീക്കിയിരിപ്പ്. അതേസമയം KSRTC ജീവനക്കാരുടെ പെൻഷൻ തുകയിൽ 50% സർക്കാർ നൽകുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിനിടെ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയ പ്രതിബദ്ധതയുടെ പ്രതിഫലനമുണ്ട് ആ വിഭാഗത്തിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്ക്. ജെൻഡർ സ്റ്റേറ്റ്മെന്റിലൂടെ വിവിധ പദ്ധതികൾ സ്ത്രീകൾക്ക് ഉറപ്പാക്കുന്ന ഗുണഫലം വെളിപ്പെടുത്തുന്നു എന്നതാണ് ഈ ബഡ്ജറ്റിലെ മറ്റൊരു കൗതുകം. സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും സ്ത്രീ സുരക്ഷ പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റ്. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വയ്ക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ബഡ്ജറ്റ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം 34 കോടിയോളം രൂപയാണ് വകയിരുത്തുന്നത്. ആക്രമണത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി 5 കോടി രൂപയാണ് നീക്കിവയ്പ്. പിങ്ക് കൺട്രോൾ റൂമിനായി 12 കോടി രൂപയും സ്ത്രീകളുടെ സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിക്കായി 21 കോടിയും ബഡ്ജറ്റ് വിഹിതമുണ്ട്. ജെൻഡർ സ്റ്റേറ്റ്മെന്റാണ് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിന്റെ മറ്റൊരു സവിശേഷത. വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ള തുകയിൽ സ്ത്രീകൾക്കു ലഭിക്കുന്ന ഗുണഫലം വേർതിരിച്ച് രേഖപ്പെടുത്തുന്നതാണ് ജെൻഡർ സ്റ്റേറ്റ്മെന്റ്. ഇതനുസരിച്ച് 64 പദ്ധതികളുടെ 1060.5 കോടി രൂപയാണ് വനിതകൾക്ക് ലഭിക്കുന്ന വിഹിതം. അതായത് പദ്ധതി അടങ്കലിന്റെ 5.23%.
കൂടാതെ ഷെൽട്ടർ ഹോമുകൾ, ഷോർട്ട് സ്റ്റേ ഹോമുകൾ, വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ എന്നിവയ്ക്കായി 19.5 കോടി രൂപയും ബഡ്ജറ്റ് നീക്കിവയ്ക്കുന്നു. സ്ത്രീകളെ തൊഴിൽ പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കുടുംബശ്രീയെ വിപുലപ്പെടുത്തുന്നതിനായി 161 കോടി രൂപയുടെ അധിക വകയിരുത്തലും ഉണ്ട്. ന്യൂസ് ഡെസ്ക് കൗമുദി. ഇനി പ്രധാന ബഡ്ജറ്റ് വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യത്തിനും സാമൂഹിക ക്ഷേമത്തിനും ഊന്നൽ നൽകി LDF സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ്. ലക്ഷ്യമിട്ടത് സമ്പൂർണ്ണ ക്ഷേമമെന്ന് ധനമന്ത്രി. വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം. ബഡ്ജറ്റ് അവതരണത്തിനിടെ വിവരങ്ങൾ ചോർന്നെന്ന ആരോപണവുമായി സഭയിൽ പ്രതിപക്ഷ ബഹിഷ്കരണം. ചോർന്ന ബഡ്ജറ്റുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സമാന്തര ബഡ്ജറ്റ് അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ്. ഐസക് രാജിവെക്കണമെന്നും ചെന്നിത്തല. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 2000 കോടിയുടെ വികസന പദ്ധതി. മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ വിവരം ശേഖരിക്കാൻ മെഡിക്കൽ ഡാറ്റാ ബാങ്ക്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ. സംസ്ഥാനത്ത് കൂടുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റിൽ 50,000 കോടിയുടെ റോഡ് നവീകരണ പദ്ധതി. മലയോര തീരദേശ ഹൈവേകൾക്ക് 10,000 കോടിയും പാലങ്ങൾക്ക് 2,557 കോടിയും. കാർഷിക മേഖലയുടെ അടങ്കൽ തുകയിൽ 284 കോടിയുടെ വർധന. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് വീണ്ടും 500 കോടി. KSRTCക്ക് 3000 കോടിയുടെ പുനരുദ്ധാരണ പാക്കേജും സ്ത്രീ സുരക്ഷയ്ക്ക് നവീന പദ്ധതികളും. കൗമുദി TV ബഡ്ജറ്റ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം, ശുഭരാത്രി.